ഗവർണർ സർക്കാർ പോര് തെരുവിലും കോടതിയിലും രാഷ്ട്രപതിയുടെ മുന്നിലുമെത്തിയ അവസരത്തിലാണല്ലോ സത്യപ്രതിജ്ഞ. ബില്ലുകൾ ഒപ്പിടാത്തതിൽ ഗവർണർക്കെതിരെ സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ച ദിവസം കൂടിയായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും മുഖാമുഖം എത്തിയത്. ചടങ്ങിന് 5 മിനിറ്റ് മുൻപ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി. കൃത്യം 4 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞാവേദിയിൽ. സദസ്സിനു മാത്രം ഗവർണറുടെ കൂപ്പുകൈ. സത്യപ്രതിജ്ഞ നടന്ന 7 മിനിറ്റും തൊട്ടടുത്ത ഇരിപ്പിടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരുന്നെങ്കിലും ഗവർണർ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. മുഖ്യമന്ത്രിയും ഗവർണറോട് മിണ്ടാനോ കണ്ടെന്ന് ഭാവിക്കാനോ മുൻകൈയെടുത്തില്ല. സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർക്ക് മാത്രം ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും വക ഹസ്തദാനവും പൂച്ചണ്ട്. ദേശീയഗാനം കഴിഞ്ഞതും മുഖ്യമന്ത്രിയെ കണ്ട ഭാവം നടിക്കാതെ ഗവർണർ വേദി വിട്ടു. മഞ്ഞുരുകാനുള്ള സാധ്യത വിരളമായിരുന്നു. രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ വേദിയിൽ അത് തന്നെ സംഭവിച്ചു. ഗവർണർ സർക്കാർ ബന്ധം ഉലയുകയാണ്. ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരം ബഹിഷ്കരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത മറുപടി. പിന്നാലെ പുതിയ 2 മന്ത്രിമാരും മന്ത്രി AK ശശീന്ദ്രനും ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം പടയായി രാജ്ഭവൻ വിട്ടു. അവർ തിരക്കുള്ളതുകൊണ്ട് പോയതായിരിക്കും. അദ്ദേഹം നേരത്തെ അങ്ങ് പോയി. നമ്മൾ പങ്കെടുത്തു, ഞാൻ പങ്കെടുത്തു. രാഷ്ട്രീയത്തിൽ അങ്ങനെ പിണക്കമൊക്കെ ഉണ്ട്. മന്ത്രിയായിട്ട് ഞാൻ ഒരാളെ കണ്ടിരുന്നുള്ളൂ, ശശീന്ദ്രൻ. ഞാനിത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവിടെ കാത്തിരിക്കുന്നു. അവർ ആരൊക്കെ ഉണ്ട് ആരൊക്കെയില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇവിടെ വന്നതാണ്. ഗവർണർ സർക്കാർ പോരിന്റെ മഞ്ഞുരുകുന്നതാണ് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ വേദി കണ്ടത്. അന്ന് മുഖ്യമന്ത്രിക്ക് മധുരം ഓഫർ ചെയ്താണ് ഗവർണർ ഈ വേദി വിട്ടത്. അന്നത്തെ സർക്കാർ ഗവർണർ പോര് ഒരു മധുര സമ്മാനത്തോടെയാണ് അവസാനിച്ചത്. വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞത് എന്തായിരുന്നെന്നോ? കശ്മീരിൽ നിന്ന് വന്നപ്പോൾ മധുര പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. 2 ദിവസത്തിനകം ക്ലിഫ് ഹൗസിലേക്ക് കൊടുത്തുവിടാം. മഞ്ഞുരുകി, ബന്ധം ഊഷ്മളമായി. അന്നും ഇന്നും സാഹചര്യം വ്യത്യസ്തമാണ്. അന്ന് ഗവർണറെ നയപ്രഖ്യാപനത്തിനായി സർക്കാർ ക്ഷണിച്ച് മഞ്ഞുരുക്കിയ ശേഷമായിരുന്നു സത്യപ്രതിജ്ഞ. ഇന്ന് ബന്ധം കൂടുതൽ വഷളാക്കിയ ശേഷവും. അതിനാൽ മധുരത്തിന് പകരം ഇന്ന് സത്യപ്രതിജ്ഞാ വേദിയിൽ കണ്ടത് മൗനം. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.